നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂർ കേളങ്കാവിൽ സർവേയിലൂടെ സർക്കാർ കണ്ടെത്തിയ രേഖകളില്ലാത്ത നെൽവയൽ സ്വകാര്യ വ്യക്തി കയ്യേറി നികത്തിയതായി പരാതി. റവന്യൂ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടും കയ്യേറ്റം തടയാൻ നടപടിയില്ല. ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കിഴക്കൻ മലയോര മേഖലയിൽ വ്യാപക നാശം. കറവൂർ മഹാദേവർ മണ്ണിൽ 4 വീടുകൾ തകർന്നു. മേഖലയിലെ വൈദ്യുതി, ടെലിഫോൺ, ഗതാഗത സൌകര്യങ്ങൾ താറുമാറായി. വനമേഖലയിലെ സർക്കാർ സ്കൂളുകളിൽ ആവശ്യത്തിന് അധ്യാപകരില്ല. സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കേണ്ടതില്ലെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ നിർദ്ദേശം. കടയ്ക്കലിൽ ഓപ്പറേഷൻ കുബേര തുടരുന്നു. ചിതറ കല്ലുവട്ടാംകുഴിയിൽ നടന്ന പരിശോധനയിൽ അമിത പലിശയ്ക്ക് പണം നൽകുന്ന KSRTC ഡ്രൈവർ പിടിയിലായി. ഇടപാടുകാരിൽ നിന്നും ഈടായി വാങ്ങിയ പ്രമാണങ്ങളടക്കം നിരവധി രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. പുനലൂർ പേപ്പർ മില്ലിൽ ബിൽഡിംഗ് ജോലിയിൽ ഏർപ്പെട്ട കരാർ തൊഴിലാളി മേൽക്കൂരയിൽ നിന്ന് വീണ് മരിച്ചു. വാർത്തകൾ വിശദമായി. പുനലൂർ കേളങ്കാവിൽ സർവേയിലൂടെ സർക്കാർ കണ്ടെത്തിയ രേഖകളില്ലാത്ത നെൽവയൽ സ്വകാര്യ വ്യക്തി കയ്യേറി നികത്തിയതായി പരാതി. റവന്യൂ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടും കയ്യേറ്റം തടയാൻ നടപടിയില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് നിലനികത്തൽ തടഞ്ഞെങ്കിലും കയ്യേറ്റവും നിലനികത്തലും വീണ്ടും തുടരുകയാണ്. നീർത്തടങ്ങളും കൃഷിയിടങ്ങളും സംരക്ഷിക്കുന്നതിന് സർക്കാർ നിയമ നടപടി ശക്തമാക്കുമ്പോഴും പുനലൂർ കേളങ്കാവ് വാർഡിൽ കേളങ്കാവ് വയൽ എന്നറിയപ്പെടുന്ന തണ്ണീർത്തടം പൂർണ്ണമായും നികത്തുകയാണ്. മുൻപ് നെൽകൃഷി നടത്തിയിരുന്ന 2 ഏക്കറോളം വരുന്ന നിലമാണ് പൂർണ്ണതോതിൽ നികത്തിയത്. സമീപത്തെ കുന്നിടിച്ചാണ് നിലം നികത്തിൽ തുടരുന്നത്. ഏതാണ്ട് ഒരു 10-70 വർഷം കൊണ്ട് ഇവിടെ നിലം കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് അത് കഴിഞ്ഞ് പിന്നെ റബ്ബർ വെച്ചു. ആളുകൾ വന്ന് ഇവിടെ ഈ സ്ഥലം മേടിച്ചതിന് ശേഷം ഈ തോട് ഇവിടുന്ന് താഴെ എടക്കുന്നതിന്റെ ബ്ലാവടി എസ്റ്റേറ്റ് മുതൽ അഷ്ടമംഗലം ക്ഷേത്രത്തിന്റെ അവിടെ വരെ 2 സൈഡും തോടുള്ള ഒരു സ്ഥലമായിരുന്നു. അതിപ്പം വന്ന് പുളിക്കടവ് ഇതെല്ലാം നികത്തി ഇതിന്റെ താഴോട്ട് ഏതാണ്ട് ഒരു 10-65 വീട്ടുകാർ ഈ തോട്ടിലെ വെള്ളം കൊണ്ടാണ് കഴിയുന്നത്. അതെല്ലാം ഈ കുന്നിടിച്ച് നിരത്തി. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തിട്ടും പിന്നെ അവർ വന്ന് ഇടിച്ച് നിരത്തി അങ്ങനെ പരാതിപ്പെട്ടിരിക്കും. അതുകൊണ്ട് യാതൊരു നടപടി ആരിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. RDOയ്ക്കും തഹസീൽദാർക്കും വില്ലേജിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയൽ നികത്തുന്നതിനെക്കുറിച്ച് മുൻപും പരാതികൾ ഉയർന്നിരുന്നു. അന്ന് സർക്കാർ ഇടപെട്ട് സർവേ നടത്തി 3 ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമിയുള്ളതായി കണ്ടെത്തിയിരുന്നു. 1 വർഷം മുൻപായിരുന്നു ഇത്. ഈ ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ മാറ്റിയതിനു പുറമെ പട്ടയമില്ലാത്ത 2 ഏക്കറോളം വസ്തു വേറെയും സർവേയിലൂടെ കണ്ടെത്തിയിരുന്നു. ഈ വസ്തു കൂടി കയ്യേറിയാണ് ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ വയൽ നികത്തൽ പുരോഗമിക്കുന്നത്. ഇവിടെ നിന്ന് പുറമ്പോക്ക് ഭൂമിക്ക് വേണ്ടി വേറൊരാൾ പരാതി കൊടുത്ത് ഇത് കൈവശപ്പെടുത്തിയപ്പോൾ അത് വില്ലേജ് ഓഫീസർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തി 3 സെന്റ് വീതം ഭൂരഹിതർക്ക് കൊടുക്കുന്നതിന് വേണ്ടി മാറ്റി. അപ്പോഴവർ സ്റ്റേ ആയിട്ട് വന്ന് പ്രശ്നമായി, സ്റ്റേ ആയി, കേസായി. നികത്തുന്നതിന് മുൻപ് ഈ ഭാഗത്ത് 3 കുളങ്ങളും 8-4 അടി വീതിയുള്ള 2 തോടുകളും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇതിൽ കുളങ്ങൾ സ്വകാര്യ വ്യക്തി പൂർണ്ണമായും നികത്തിക്കഴിഞ്ഞു. സമീപവാസികളും നാട്ടുകാരും വേനൽക്കാലത്ത് ആശ്രയിച്ചിരുന്നത് ഈ കുളങ്ങളെയും തോടുകളെയുമാണ്. ജനം പരാതിയുമായി എത്തിയതോടെ 2 അടി വീതിയിൽ പുതുതായി 2 തോടുകൾ വെട്ടിയെങ്കിലും മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന വെള്ളപ്പാച്ചിലിന് വേണ്ട സ്ഥലമില്ലാത്തതിനാൽ സമീപത്തെ കൃഷിയിടങ്ങളിലും മറ്റും വെള്ളം കയറുന്ന അവസ്ഥയാണ്. അവർ പറഞ്ഞ് നിരത്തരുതെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോയി. പിന്നെ ഇവർ കൊണ്ട് നിരത്തുവാണ്. പ്രതിഷേധത്തിന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി നിരത്തില്ല എന്ന് പറഞ്ഞു. പോലീസ് അങ്ങ് പോയി കഴിഞ്ഞാൽ വീണ്ടും അവർ വണ്ടി ഇന്നലെയും കൊണ്ട് നിരത്തി. അങ്ങനെ എന്റെ നിർബന്ധത്തിലാണ് ഇപ്പം ഇതിന്റെ നടുക്കൂടെ ഒരു ചാലെടുപ്പിച്ച്. മറ്റേ ഇവിടെ കിടന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് 2 സൈഡും ചാലെടുത്ത് ഇനി അടുത്ത് കിടക്കുന്ന പുരയിടത്തിൽ ഈ വെള്ളം കയറി ഞങ്ങളുടെ തെങ്ങ് അടയ്ക്കാമരം ഇത് നശിച്ചു പോകും വെള്ളം കയറി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് മാറ്റി കിട്ടിയെന്ന്. സർവേയിലൂടെ സർക്കാർ കണ്ടെത്തിയ രേഖകളില്ലാത്ത ഭൂമിയിലെ വൃക്ഷങ്ങളും സ്വകാര്യ വ്യക്തി മുറിച്ച് കടത്തിയിട്ടുണ്ട്. ഇതിനെതിരെ നാട്ടുകാർ വില്ലേജ് ഓഫീസർക്കും പുനലൂർ പോലീസിലും പരാതി നൽകി. ഇതിനകത്ത് നിന്ന് കോടികളുടെ വിലയുള്ള തടികൾ വെട്ടിമാറ്റി. സ്റ്റേ ആയതിനു ശേഷമാണോ? തേക്ക് എല്ലാം വെട്ടിമാറ്റി. അത് കുറെ ഭാഗം അവിടെ കിടപ്പുണ്ട്. ഇപ്പം പ്രശ്നമായി. പിന്നെ ഇപ്പം ആരും അനങ്ങുന്നില്ല. പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ പുനലൂർ പോലീസ് നിലം നികത്തൽ തടഞ്ഞെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വയൽ നികത്തുന്നത് തുടരുകയാണ്. അനധികൃത കയ്യേറ്റം തടഞ്ഞ് കേളങ്കാവ് വയൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കിഴക്കൻ മലയോര മേഖലയിൽ വ്യാപക നാശം.
കറവൂർ മഹാദേവർ മണ്ണിൽ 4 വീടുകൾ തകർന്നു. മേഖലയിലെ വൈദ്യുതി, ടെലിഫോൺ, ഗതാഗത സൗകര്യങ്ങൾ താറുമാറായി. കഴിഞ്ഞ ദിവസം വീശിയ ശക്തമായ കാറ്റിലും മഴയിലും വനമേഖലയിലെ നിരവധി വീടുകളാണ് തകർന്നത്. മരങ്ങൾ കടപുഴകി വീണ് ജനവാസ മേഖലയിലേക്കുള്ള റോഡുകളിൽ ഗതാഗതം സ്തംഭിച്ചു. വൈദ്യുത, ടെലിഫോൺ ബന്ധങ്ങൾ താറുമാറായതോടെ വനമേഖലയായ കറവൂർ മഹാദേവർ മണ്ണിലെ 25ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ഇവിടെ വനാതിർത്തിയിലെ മരങ്ങൾ ഒടിഞ്ഞും കടപുഴകിയും വീണ് 4 വീടുകൾ പൂർണ്ണമായും തകർന്നു. മഹാദേവർ മൺ രജനി മന്ദിരത്തിൽ രാജൻ, സലി ഭവനത്തിൽ ലീല, ചരുവിളപ്പുത്തൻ വീട്ടിൽ രാജേഷ്, സന്ധ്യാമന്ദിരത്തിൽ ലളിത എന്നിവരുടെ വീടുകളാണ് തകർന്നത്. മരം വീണ് രാജന്റെ വീട് ഭാഗികമായി തകർന്ന നിലയിലാണ്. മരം വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഈ ജീവിതത്തിലുണ്ടാക്കിയ സ്വത്തുക്കൾ മൊത്തം ഈ കാറ്റോട് വീഴിപ്പോയി. മൊത്തം തകർന്നു. എനിക്ക് ഞാൻ ഒരു കൂലിവരൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ മൊത്തം ഇതിനകത്ത് കിടക്കുകയാണ്. വിളിച്ചിറക്കി എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിനെ തുടർന്ന് ഏകദേശം 30ഓളം മരങ്ങളാണ് ഈ ഭാഗത്ത് മാത്രം കടപുഴകിയത്. ഏകദേശം 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 ദിവസത്തെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മാത്രമേ മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനാവൂ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുളത്തൂപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം താറുമാറായി. കാലവർഷത്തെ തുടർന്നുള്ള കാറ്റിലും മഴയിലും ലൈനുകൾക്ക് മീതെ മരച്ചിലകൾ വീണാണ് വൈദ്യുതി തടസ്സപ്പെടുന്നത്. തുടർച്ചയായി ലൈനുകൾ പൊട്ടിവീഴാൻ തുടങ്ങിയതോടെ വൈദ്യുതി വിതരണം സുഗമമാക്കാനുള്ള ശ്രമങ്ങളും പാടെ പരാജയപ്പെടുകയാണ്. കാലവർഷത്തെ തുടർന്ന് കിഴക്കൻ മലയോര മേഖലയിൽ മഴയും കാറ്റും ശക്തമായതോടെ വൈദ്യുതി വിതരണം സുഗമമാക്കാൻ KCB അധികൃതർക്ക് സാധ്യമാകുന്നില്ല. മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും കുളത്തൂപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി ഭാഗങ്ങളിൽ ലൈനുകൾക്ക് മീതെ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. കുളത്തൂപ്പുഴ ടൌൺ, കൂവക്കാട്, 50 ഏക്കർ, കല്ലുവട്ടാംകുഴി തുടങ്ങിയ പ്രദേശങ്ങളിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ലൈനുകൾക്ക് മീതെ ഒടിഞ്ഞു വീഴുന്ന മരച്ചില്ലകൾ നീക്കം ചെയ്യാൻ KCB അധികൃതർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പ്രദേശങ്ങളിൽ മരച്ചില്ലകൾ വീഴുന്നത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയാണ്. വൈദ്യുതി ലൈനുകൾക്ക് മീതെയുള്ള മരച്ചില്ലകൾ മഴയ്ക്ക് മുൻപേ വെട്ടിമാറ്റുന്നത് മുൻപ് KCB തുടർന്നു പോന്നിരുന്ന നടപടിയാണ്. എന്നാൽ ഇത്തവണ ചില്ലകൾ വെട്ടാൻ ബന്ധപ്പെട്ടവർ കാര്യമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നില്ല. കാറ്റും മഴയും ശക്തമായതോടെ മലയോര മേഖലയിൽ വൈദ്യുതി അപൂർവമായി ലഭ്യമാകുന്നുള്ളൂ എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. KSEBയുടെ ചിത്ര സെക്ഷനിലും വൈദ്യുതി മുടക്കം പതിവാകുന്നു. കാറ്റിലും മഴയിലും തകർന്നു വീഴുന്ന ലൈനുകൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ജീവനക്കാരില്ലാത്തതും അപകട സാധ്യതകളെ തുടർന്നുള്ള ജീവനക്കാരുടെ പിന്മാറ്റവുമാണ് ഉപഭോക്താക്കളെ ഇരുട്ടിലാക്കുന്നത്. ലോഡ് ഷെഡിംഗിന് പുറമെ മണിക്കൂറുകളോളവും ചില സമയങ്ങളിൽ ചെയിൻ സർവീസ് പോലെയും വൈദ്യുതി ബന്ധം തകരാറിലാകുന്നു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എന്നാൽ വൈദ്യുതി തടസ്സം നേരിടുന്ന പ്രദേശങ്ങളിലെത്തി തകരാർ പരിഹരിക്കാനുള്ള ജീവനക്കാരുടെ കുറവും വനമേഖലയിലെ അപകട സാധ്യതകളെ തുടർന്നുള്ള ജീവനക്കാരുടെ പിന്മാറ്റവുമാണ് തുടർച്ചയായ വൈദ്യുതി മുടക്കത്തിന് പ്രധാന കാരണമെന്നാണ് KCB അധികൃതരുടെ പക്ഷം. 83 കിലോമീറ്റർ വിസ്തൃതമായ പ്രദേശത്തുള്ള ചിത്ര KCB സെക്ഷന്റെ 11 kV ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങൾ കൂടുതലായും വനമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗങ്ങളിൽ കാറ്റും മഴയും ശക്തമാകുന്നത് കാരണം ലൈനുകൾ പൊട്ടിയാണ് വൈദ്യുതി തടസ്സം നേരിടുന്നത്. ഇത് കണ്ടെത്താനായുള്ള പരിശോധനയാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിന്റെ കാരണമെന്ന് KCB അധികൃതർ പറയുന്നു. വൈദ്യുതി ലഭിക്കുന്ന അല്പസമയത്തെ ഉപഭോഗ കണക്ക് പ്രകാരം മാസത്തിൽ വൻതുക തന്നെ ഉപഭോക്താവിന് അടയ്ക്കേണ്ടതായും വരുന്നുണ്ട്. കടക്കൽ സബ്സ്റ്റേഷനിൽ നിന്നും ഒരു ഫീൽഡർ മാത്രമാണ് ചിത്രയിലെ വൈദ്യുതി വിതരണത്തിനുള്ളത്. ഇക്കാരണത്താൽ ഒരെണ്ണം അറ്റകുറ്റപ്പണിക്ക് ഓഫാക്കിയാൽ പകരം നൽകാൻ മറ്റൊന്നില്ല. ഇതും പതിവായ വൈദ്യുതി തടസ്സത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കടക്കലിൽ ഓപ്പറേഷൻ കുബേര തുടരുന്നു. ചിതറ കല്ലുവെട്ടാംകുഴിയിൽ നടന്ന പരിശോധനയിൽ അമിത പലിശയ്ക്ക് പണം നൽകുന്ന KSRTC ഡ്രൈവർ പിടിയിലായി. ഇടപാടുകാരിൽ നിന്നും ഈടായി വാങ്ങിയ പ്രമാണങ്ങളടക്കം നിരവധി രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. ചിതറ കല്ലുവട്ടാംകുഴി സ്വദേശിയും ചടയമംഗലം KSRTC ഡിപ്പോയിലെ ഡ്രൈവറുമായ ജയമുരളീകൃഷ്ണനാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത്. പോലീസ് നടത്തിയ പരിശോധനയിൽ മുദ്രപത്രങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി രേഖകൾ ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കടക്കൽ CI SM റിയാസ്, SI MA ഖബീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പേപ്പർ മില്ലിൽ വെൽഡിംഗ് ജോലിക്കിടെ മേൽക്കൂരയിൽ നിന്നും വീണ തൊഴിലാളി മരിച്ചു. കരവാളൂർ നരിക്കൽ സ്വദേശി മുരളീധരനാണ് മരിച്ചത്. പേപ്പർ മിൽ നവീകരണത്തിന്റെ ഭാഗമായി വെൽഡിംഗ് ജോലികൾ കരാറെടുത്ത് നടത്തിയിരുന്ന നരിക്കൽ മൈലമൂട്ടിൽ തലക്കൽ ചരുവിള വീട്ടിൽ 45-കാരനായ മുരളീധരനാണ് മേൽക്കൂരയിൽ നിന്ന് വീണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പേപ്പർ മില്ലിന്റെ ഭാഗമായുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര വെൽഡിംഗ് ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ നിലത്ത് വീഴുകയായിരുന്നു. സംഭവം നടന്നയുടൻ മുരളിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും വഴിമധ്യേ മരിച്ചു. തുടർന്ന് മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ബിജുവാണ് ഭാര്യ. ശരണ്യ, സോന എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
വനമേഖലയിലെ സർക്കാർ സ്കൂളുകളിൽ ആവശ്യത്തിന് അധ്യാപകരില്ല. സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കേണ്ടെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നിർദ്ദേശം നൽകിയതോടെ വനമേഖലയിലെ സ്കൂളുകളിൽ അധ്യയനം മുടങ്ങുന്ന സ്ഥിതിയാണ്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ തീരുമാനമാണ് കിഴക്കൻ മേഖലയിലെ സർക്കാർ സ്കൂളുകളുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നത്. ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കേണ്ട എന്ന തീരുമാനമാണ് മലയോര മേഖലയിലെ വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തിന് വിലങ്ങുതടിയായിരിക്കുന്നത്. പല സ്കൂളുകളിലും പ്രഥമാധ്യാപകൻ മാത്രമുള്ള അവസ്ഥയാണ്. കുട്ടികൾ കുറവായതിന്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ട അധ്യാപകരെ ഉൾപ്പെടുത്തി സർക്കാർ അധ്യാപക ബാങ്ക് രൂപീകരിച്ചിരുന്നു. ഇത്തരത്തിൽ അധ്യാപക ബാങ്കിലുള്ളവരെ ഉൾപ്പെടുത്തി അധ്യയനം നടത്താനായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഇക്കാരണത്താൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കേണ്ടതില്ലെന്ന കർശന നിർദ്ദേശവും നൽകിയിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ മിക്ക സർക്കാർ സ്കൂളുകളിലും അഭിമുഖം നടത്തി താൽക്കാലിക അധ്യാപകരെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഇത്തരക്കാർക്ക് ശമ്പളം നൽകാനില്ലെന്നും ഉടൻ പിരിച്ചുവിടണമെന്നും കാണിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്നതോടെയാണ് മലയോര മേഖലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ അധ്യയനം മുടങ്ങുന്ന അവസ്ഥയുണ്ടായത്. കറവൂർ, വലിയകാവ് ഹൈസ്കൂൾ, അച്ചൻകോവിൽ എന്നിവിടങ്ങളിലാണ് അധ്യാപകക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഗ്രാമീണ മേഖലകളായതിനാലും വാഹന സൌകര്യം ഇല്ലാത്തതിനാലും അധ്യാപകരിൽ പലരും സ്ഥലം മാറ്റം വാങ്ങി പോകുന്ന സ്ഥിതിയാണ്. 10-15 അധ്യാപകർ വേണ്ട സ്ഥലത്ത് ഇപ്പോൾ 2 അധ്യാപകർ മാത്രമാണ് സേവനമനുഷ്ഠിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം പട്ടണത്തിലെ തിരക്കേറിയ റോഡിന്റെ മധ്യഭാഗം തകർത്ത് 1.5 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ഇതുവഴി യാത്ര ദുരിതമായതോടെ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. പ്രധാന പാതയിൽ നിന്നും സർക്കാർ ആശുപത്രിയിലേക്കും UIT സെന്ററിലേക്കും പോകുന്ന തിരക്കേറിയ റോഡ് വെട്ടിപ്പൊളിച്ചാണ് കുടിവെള്ള പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചത്. ജലസേചനത്തിനാവശ്യമായ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുമ്പോൾ സാധാരണയായി റോഡിന്റെ വശങ്ങളാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. എന്നാൽ തിരക്കേറിയ റോഡിന്റെ മധ്യഭാഗം 1.5 കിലോമീറ്റർ ദൂരത്തോളം ഇടിച്ചു പൊളിച്ചിട്ട അവസ്ഥയിലാണ്. തകർന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും 3 അടിയോളം താഴ്ചയുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴികളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമായിട്ടുണ്ട്. റോഡ് തകർത്ത് യാത്രക്കാരെ ദുരിതത്തിലാക്കിയതിൽ പ്രദേശവാസികളും വാഹനയാത്രികരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ റോഡിന്റെ സെന്ററിലൂടെ ഈ റോഡ് വെട്ടിമുറിച്ചിട്ട് സർവ്വ മാനദണ്ഡങ്ങളെയും മറികടന്ന് ഇതിന്റെ റോഡിന്റെ നടുക്കിലൂടെ ഇത് വെട്ടിമുറിച്ചിട്ട് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആൾക്കാരും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് ഇരിക്കുന്ന ചില യുവജന സംഘടനകളും ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട ജനപ്രതിനിധികളൊക്കെ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ജനം ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി റോഡ് 4 അടിയിൽ ഏറെ താഴ്ച ഈ റോഡിന്റെ സെന്ററിലുണ്ട്. ഈ റോഡ് കുഴിയെടുത്ത ആളുകൾ ഇത് അന്ന് തന്നെ അടച്ച് കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്ത് കൊടുക്കണമെന്ന നിയമം നിലനിൽക്കെ എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് ഈ റോഡിന്റെ സെന്ററിലൂടെ ഇത് റോഡ് കുഴിയെടുത്ത് പൈപ്പിടുന്ന ഒരു സാഹചര്യം ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ദേശീയപാതയിലെ കുഴിയിൽ ചൂണ്ടയിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രതിഷേധം. ചെമ്മന്തൂർ ജംഗ്ഷനിലെ വലിയ കുഴി അപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് പ്രതിഷേധം ഉയർത്തിയത്. മാസങ്ങൾക്ക് മുൻപ് കുണ്ടറ ജലസേചന പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് ചെമ്മന്തൂർ ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ വകയായി കുഴി നിർമ്മിച്ചത്. പൈപ്പ് ലൈൻ നന്നാക്കി അധികൃതർ മടങ്ങിയെങ്കിലും കുഴി നികത്താൻ തയ്യാറായില്ല. മഴ കടുത്തതോടെ കുഴിയിൽ വെള്ളം നിറഞ്ഞു. കുഴിയുടെ ആഴമറിയാതെ ദേശീയപാതയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും തുടങ്ങി. കുഴി നികത്തുന്നതിന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ദേശീയപാത അധികാരികളെ സമീപിച്ചെങ്കിലും കുഴി നികത്തേണ്ട ചുമതല വാട്ടർ അതോറിറ്റിയുടെ തലയിൽ കെട്ടിവെച്ച് ദേശീയപാത വിഭാഗം തലയൂരി. അപകടങ്ങൾ കൂടിയതോടെ സമീപത്ത് ഉപേക്ഷിച്ചിരുന്ന ഒരു ബാരിക്കേഡ് ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് ഇവിടെ സ്ഥാപിച്ചു. ഇതോടെ റോഡിന്റെ വീതി കുറഞ്ഞതിനാൽ ഒരു ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നുപോകാൻ ബുദ്ധിമുട്ടുണ്ടായി. ഇത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമായി. ഇതിനെ തുടർന്നാണ് വേറിട്ട പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാർ രംഗത്ത് വന്നത്. പൈപ്പ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പടുകുഴി ഉണ്ടാകുകയും ഒരുപാട് വാഹനങ്ങൾ ഡെയിലി കടന്നു പോകുന്ന ഈ വഴി ഡെയിലിൽ ഓട്ടോറിക്ഷക്കാർക്ക് ഇവിടെ ഈ കുഴിയിൽ വീഴുന്ന 2 വീലറുകാരെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനേ ഉള്ളൂ സമയം. അധികാരികളെല്ലാം ഇത് ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ കണ്ണട ചീട്ടാക്കുന്ന ഒരു സമീപനമാണ് കാഴ്ചവെക്കുന്നത്. ചെമ്മന്തൂർ ജംഗ്ഷനാണ് പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനിൽ ഇത്രയും ഒരു കുഴി ഉണ്ടായിട്ടും ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഞങ്ങൾ ആട്ടോ സ്റ്റാൻഡിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുഴിയെക്കുറിച്ച് കഴിഞ്ഞ ട്രാഫിക് കമ്മിറ്റിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയും ഹൈവേയുടെ AE ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് വാട്ടർ അതോറിറ്റിക്കാരുണ്ടാക്കിയ പൈപ്പ് പൊട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കുഴിയാണ്. അവരുടെ ഫണ്ട് കിട്ടാതെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ ഫണ്ടും കാര്യങ്ങളും കിട്ടുന്നപ്പോഴത്തേക്ക് ഇവിടെ പല മരണങ്ങളും സംഭവിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
കാരിയറ പബ്ലിക് ലൈബ്രറിയുടെയും ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്ത നേതൃത്വത്തിൽ ശാസ്ത്ര അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ കാരിയറ മേഖലയിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാളെയുടെ ഏറ്റവും വലിയ പ്രകാശം ആ കുടുംബത്തിലെ പുതിയ തലമുറയാണ്, കുട്ടികളും അവരുടെ വിദ്യാഭ്യാസവും. അത് ഈ എത്തിപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങള് വളരെ ഹൃദയത്തിൽ തൊട്ട് ഓർത്തു വെക്കണം എന്നെനിക്ക് ഒരഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് വിറ്റുപോകാനുള്ള ഒരു സാധനമല്ല, നിങ്ങൾ വില പറയേണ്ട സാധനം. നമ്മുടെ ചുറ്റുപാടും അതാണ് നടക്കുന്നത്. ഒരു മിസ്കാളിന്റെ പുറത്തോ ഒരു മൊബൈലിന്റെ പുറത്തോ ഏതെങ്കിലും ഒരു സീരിയലിന്റെ പുറത്തോ ജീവിതം ഹോമിക്കാനുള്ളതല്ല. ധൈര്യപൂർവ്വം പള്ളിക്കുറിച്ച് പോയിരുന്ന് മേനക്കെട്ട് പഠിച്ച് ഈ അലമാരി നിറയെ പുസ്തകവും. ലൈബ്രറി പ്രസിഡന്റ് A. രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ N. രാധാകൃഷ്ണൻ നായർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ലൈബ്രറി കൌൺസിൽ അംഗം V. പങ്കജാക്ഷൻ, ബീന, രക്ഷാധികാരി ബിജുകുമാർ, ജോയിന്റ് സെക്രട്ടറി SV ശ്രീജിത്ത്, C. അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ കേളങ്കാവിൽ സർവേയിലൂടെ സർക്കാർ കണ്ടെത്തിയ രേഖകളില്ലാത്ത നെൽവയൽ സ്വകാര്യ വ്യക്തി കയ്യേറി നികത്തിയതായി പരാതി. റവന്യൂ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടും കയ്യേറ്റം തടയാൻ നടപടിയില്ല. ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കിഴക്കൻ മലയോര മേഖലയിൽ വ്യാപക നാശം. കറവൂർ മഹാദേവർ മണ്ണിൽ 4 വീടുകൾ തകർന്നു. മേഖലയിലെ വൈദ്യുതി, ടെലിഫോൺ, ഗതാഗത സൌകര്യങ്ങൾ താറുമാറായി. വനമേഖലയിലെ സർക്കാർ സ്കൂളുകളിൽ ആവശ്യത്തിന് അധ്യാപകരില്ല. സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കേണ്ടതില്ലെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ നിർദ്ദേശം. കടയ്ക്കലിൽ ഓപ്പറേഷൻ കുബേര തുടരുന്നു. ചിതറ കല്ലുവെട്ടാംകുഴിയിൽ നടന്ന പരിശോധനയിൽ അമിത പലിശയ്ക്ക് പണം നൽകുന്ന KSRTC ഡ്രൈവർ പിടിയിലായി. ഇടപാടുകാരിൽ നിന്നും ഈടായി വാങ്ങിയ പ്രമാണങ്ങളടക്കം നിരവധി രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. പുനലൂർ പേപ്പർ മില്ലിൽ വെൽഡിംഗ് ജോലിയിൽ ഏർപ്പെട്ട കരാർ തൊഴിലാളി മേൽക്കൂരയിൽ നിന്ന് വീണ് മരിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.